സംസ്ഥാന സർക്കാരിന്റെ ഗുരുതരമായ ധനപ്രതിസന്ധി മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി നിർവഹണം ബോധപൂർവം തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് സർക്കാരിനെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ആരോപിച്ചു. വാത്തുകുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു AP ഉസ്മാൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ നടപ്പാകുന്നതിലൂടെ ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കപ്പെടുമെന്നതിനാൽ പദ്ധതി നിർവഹണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തടസ്സപ്പെടുത്തുവാനാണ് സർക്കാരിന്റെ ശ്രമം. അതിനുവേണ്ടി നിർവഹണ ഉദ്യോഗസ്ഥരെ പോലും നിയമിക്കുന്നില്ലെന്നത് പഞ്ചായത്തുകളെ തന്നെ തകർക്കുന്ന സമീപനമാണ്. പദ്ധതി പ്രവർത്തനം നടത്തേണ്ട സമയത്ത് 1 മാസത്തോളം സെക്രട്ടറിമാരുടെ പരിശീലനം സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യവും ഇതിനാലാണ്. ഇത് വാത്തിക്കുടി പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളിയാണ്. ഒഴിവുള്ള തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണവും പദ്ധതി രൂപീകരണവും തടസ്സപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു ജനപ്രതിനിധികളുടെ പ്രതിഷേധം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഉപരോധ സമരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. അത് പഞ്ചായത്ത് ഭരണസമിതികൾ പുറത്തോട്ട് എന്താ പണം ചെലവഴിക്കാത്തത്? ഇത് 14% ചെലവഴിച്ച ജില്ലാ പഞ്ചായത്ത് പോലെയല്ല വാത്തിക്കുടി. നാളുകളിൽ പണം ചെലവഴിക്കപ്പെടാതെ വന്നാൽ ആ പണം ചെലവഴിക്കാത്തതിന് ഉത്തരവാദിത്വവും അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും അവിടെ പുനർനിയമനം നടത്താനും അവധിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്ക് ആവശ്യമെന്ന് നിർബന്ധിത അവധി കൊടുത്ത് പകരം ആളെ നിയമിക്കുന്നതിനും ആവശ്യമായ നടപടി ഉണ്ടാകണമെന്ന നീതിപൂർവമായ ആവശ്യം ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഉന്നയിക്കുന്നു. ഉടൻ തന്നെ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പദ്ധതി നിർവഹണ തടസ്സം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. സിറ്റി വിഷൻ, ഇടുക്കി.